പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരിയാണേ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ വേണം. തേങ്ങയും ജീരകവും കൂടിയും ഒതുക്കിയിട്ട് അതും മാറ്റി വെക്കാം. പിന്നെ ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. അടുത്തായിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നെയ്യും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് അതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പത്തിരി കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതിനെ കുഴയ്ക്കുക കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി കൂടി ഇട്ടിട്ട് പത്തിരിക്ക് കുഴയ്ക്കുന്ന അരി കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒതുക്കി വെച്ച തേങ്ങയും ജീരകത്തിൻ്റെയും ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലോണം സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. എന്നിട്ട് ഞാനിത് ഈ രീതിയിൽ കുഴച്ചെടുത്തു കേട്ടോ. ഇനി നമ്മളിത് പത്തിരിക്കൊക്കെ പരത്തുന്നതിന് അത്യാവശ്യം കട്ടിയിലാണ് പത്തിരി. നമുക്കറിയാലോ പൊരിച്ച പത്തിരി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കട്ടിയിലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളിത് പരത്തിയിട്ട് ഒന്ന് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചേ. ഇനി ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് പരത്തി വെച്ച ഒരു പത്തിരിൻ്റെ നമുക്ക് ഇതിലേക്ക് എടുത്തിടാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഗ്യാസ് എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. നല്ല സ്ലോ ആക്കി വെക്കരുത്, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. സ്ലോ ആക്കി വെച്ചാൽ അത് എണ്ണ കുടിച്ച് പോകും കേട്ടോ നമ്മുടെ പത്തിരീൻ്റെ മാവ്. അതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അത് കരിഞ്ഞും പോകും. അതുകൊണ്ട് എപ്പോഴും മീഡിയം തന്നെ വെക്കാൻ നോക്കുക. അത് നല്ലോണം മുരിയുന്ന സമയത്ത് ഇത് പൊന്തി വരും. നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.